നേരം വെളുത്തപ്പോ തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുമായിട്ട് എന്റെ പുറകെ നടക്കരുതെന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഈ രമ നിങ്ങളത് കെട്ടൊഴിക്കത്തില്ല. കെട്ടൊഴിക്കത്തില്ലെന്നാ മര്യാദക്ക് മുണ്ട് കെട്ടി വെക്കും. നിങ്ങൾക്ക് അറിയോ ഞാൻ ഈ കെട്ടെന്തിനാ കെട്ടിയേക്കണെന്ന്? മനസ്സിലായി. കഴിച്ചു കഴിഞ്ഞാൽ അണ്ണൻ ചേച്ചി അടിക്കും. അയ്യോ എന്നെ അല്ല അടിക്കുന്നത്. പിന്നെ ഇയാളില്ലേ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് ഇയാള് സ്വയം അങ്ങ് വേദനിപ്പിക്കും. എങ്ങനെയാന്നറിയോ? ആരെങ്കിലും ജനങ്ങളെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ടോ? എന്നെ മാത്രമല്ല ഞാൻ വേദനിപ്പിക്കുന്നു. എന്റെ പൊന്നു കേട്ടാ, നിങ്ങളുടെ ദേഹത്തുള്ള ഈ പാടൊക്കെ കണ്ടിട്ടെ നാട്ടുകാർ എന്താ പറയണെന്നറിയാമോ? എടി രമേ, നിനക്ക് നാണമില്ലേ കള്ളും കുടിച്ചു വരുന്ന അവനെ ഇങ്ങനെ ഇട്ട് തല്ലാനെന്ന്? അറിയാമോ? നിങ്ങൾക്ക് അത്രക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിന്ന് കൊണ്ടോളാം. നിങ്ങൾ എന്നെ തല്ലി. ആയിട്ട് കൊള്ളാം. നിന്നെ തല്ലിയിട്ട് വേണം ഞാൻ കോടതി കയറി ഇറങ്ങാൻ. എന്നെ തല്ലിയ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയ പോരെ. എല്ലാ ദിവസവും പണിക്കും, എന്നിട്ട് കുടിച്ചിട്ട് വരും, എന്നിട്ട് സ്വയം ഉപദ്രവിക്കും. എന്നിട്ട് ആ പൈസ കൊണ്ടുപോയി കെട്ടിയാനഴിക്കാം. ഉപദ്രവിക്കോ? അഴിക്കുവാണ്. അങ്ങനെ നീ എന്റെ കൈ കെട്ടി വെക്കില്ലടി. ഇന്ന് ഇന്ന് ഞാൻ നിർത്തിയേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ. നേരം വെളുക്കുമ്പോ തന്നെ നമ്മുടെ വീട്ടില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ അയൽവക്കത്തുള്ളവര് കണ്ണു മിഴിച്ചാണ് ഇങ്ങോട്ട് നോക്കി. അറിയാമോ? എന്താ കണ്ണും ഉറപ്പിച്ച് അയൽവക്കത്തുള്ളവര് നീ കാരണം നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ ഓർത്ത് കണ്ണു കുത്തി പൊട്ടിക്കല്ലേന്ന്. ഇതിന് ശരിയാവത്തില്ല. ഇല്ല, ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്തും ആങ്ങളോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. അവര് വന്നിട്ട് ഇതിനൊരു തീരുമാനമാവട്ടെ. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇനി ഒന്നിച്ച് ജീവിക്കണമെന്ന്. കല്യാണം കഴിച്ച നാളെ തൊട്ട് കള്ളു കുടിച്ചിട്ട് വരും, എന്നിട്ട് സ്വയം അങ്ങ് പീഡിപ്പിക്കുകയും ചെയ്യും. എന്റെ അവസ്ഥ ചേട്ടാ, അച്ഛന് വന്നാ എന്തോന്നടി എത്ര കല്യാണം ആലോചിച്ച് എന്നിട്ട് കുഴിയിലൂടെ ഇറങ്ങി പോയിട്ട് ഇപ്പൊ ദുഃഖിക്കണ്. അനുഭവം നീ എന്താ സംഭവിച്ചെന്ന് പറ. കള്ളു കുടിച്ചിട്ട് വന്നപ്പോ ഞാൻ കൈ കെട്ടിയിട്ടപ്പോഴത്തേക്ക് സ്വയം ഉപദ്രവിച്ചിട്ട് കള്ളു കുടിക്കാനായിട്ട് ഇറങ്ങിപ്പോയി. എന്താ ഞാൻ ഇടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്നെ തടയരുത്, ഞാൻ ഇടിക്കും. അഭിപ്രായം കാണിക്കരുത്. ഇടിക്കൊന്നും വേണ്ട, ഒന്ന് ഉപദേശിച്ചാ മതി. എനിക്ക് ഒരു പെങ്ങളെ ഉള്ളൂ, എങ്ങനെ വിട്ടാ പറ്റില്ല. നീ ഇടിക്കും. വരട്ടെ വന്നൊരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാൽ മതി. വരട്ടെ. വരുന്നുണ്ട്. ഉദാസേ ജന്മത്ത് പാടൂല, ജന്മത്ത് പാടൂല. ओ सनम ई सनम आसनम खुदाया जेको हो एक अभिहाशी होशी है. എന്റെ പടത്തിന്റെ പാട്ട്. ഇവളെ പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഇവിടെയും അടിച്ച രണ്ടുപേര് വന്നല്ലേ. ഒരു കാര്യം പറയാം, ഇതെല്ലാം കാണുമ്പോ എനിക്ക് തലവേദന എടുക്കുന്നു. തലവേദന. അവൻ പറഞ്ഞത് കേട്ടോ, അവന് തലവേദന. എന്തുകൊണ്ട്? നീ കാരണം തലവേദന. അമ്മേനെ വിചാരിച്ച് തല തല്ലി പൊളിക്കല്ലേ. അമ്മ ഇറങ്ങിപ്പോടാ, എന്റെ കുടുംബത്തിൽ ഇറങ്ങിപ്പോടാ. ഇറങ്ങിപ്പോടാ. അവന്റെ വീടിന്റെ മുറ്റത്തായോണ്ടല്ലേ നീ പറയുന്നത്? നീ ഈ ഷോ എന്റെ വീടിന്റെ മുറ്റത്ത് കാണിച്ചാ നിന്റെ മുട്ടുകാരെ തല്ലി ഓടിക്കും കേട്ടാ. ഇതെല്ലാം നീ കാരണം. ഓൻ പറഞ്ഞോ, എന്റെ മുട്ടുകാല് വേണ്ട, എന്റെ മുട്ടുകാല് ഇത് നീ എന്റെ പൊന്നു രമണ ചേട്ടാ, അമ്മേനെ ഓർത്ത് മുട്ടടിക്കുന്നത് നിർത്ത്. അമ്മ മഴക്കാറിനു
പോട്ടെ വീട് പോട്ടെ വിട് വിട് പോട്ടെ അച്ഛാ പോട്ടെ. രമണ, ഞങ്ങൾ ഇവിടുന്ന് പോവാം. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് നീ മൂലം എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ച കോടതി ജയിക്കും. നിന്റെ അച്ഛൻ പറഞ്ഞ എന്താ? ഞാൻ മൂലം ഞാൻ മൂലം വേണ്ട. ഞാൻ മൂലം ഞാൻ അടിച്ചു പൊളിക്കില്ല. ഞാൻ മൂലം ആ മൂലം തല്ലി തകർക്കണം. ഒന്ന് പിടിച്ചു മാറ്റിയേട്ടാ. എടാ നിന്റെ അമ്മ ഓർന്നെങ്കിൽ നീ മതിയാക്കളത്. മൂന്ന് പേരോടും കൂടി ഞാനൊരു കാര്യം പറയാം. ഇയാൾ ഈ സ്വഭാവം നിർത്തിയില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ഈ കയറ്റി ചാടി ചാടും. ചേട്ടാ ചേട്ടാ ഒന്ന് ചാടി ഒന്ന് രക്ഷിക്കേട്ടാ. ചേട്ടാ അച്ഛാ അളിയാ അച്ഛാ വാഷ് നോക്കി നിൽക്കാം. ഒന്ന് രക്ഷപ്പെടുത്തു. രക്ഷപ്പെടുത്തച്ഛാ. എടാ എന്തിനു രക്ഷപ്പെടുത്തണം? നീഞ്ഞ വാ, ഞാനൊരു ഐഡിയ പറയാം. ചിലപ്പോ അത് ഏറ്റു കഴിഞ്ഞാൽ ഇവൻ കുടി നിർത്തും, സ്വയം ഉപദ്രവിക്കുന്ന നിർത്തും. അതങ്ങനെ? പക്ഷെ ഒരു കാര്യമുണ്ട്, കുറച്ച് സമയം ഈ വീട് ഒരു മരണ വീടാക്കി മാറ്റണം. അളിയൻ മരിക്കണ്ടേ? ഇവിടെ മരിച്ചില്ല, പക്ഷെ അവനെ കിണറ്റിന്ന് കയറി വരുമ്പോ നമ്മൾ അവനെ കാണുന്നില്ല. നമ്മൾ കാണുന്നില്ല, അത് നമ്മൾ അഭിനയിക്കണം. അതായത് അത് എടാ അവന് സ്വയം തോന്നണം അവനൊരു ആത്മാവാണെന്ന്. ആത്മാവാണ് തോന്നണം. അപ്പൊ ഒരു അഭിനയം മതി. അഭിനയം മതി, നമ്മൾ അഭിനയിച്ച് കാണിച്ചാൽ മതി. അത് മതിയല്ലേ? കൂടി നിർത്തുവോ? ചിലപ്പോ ഈ സ്വഭാവമൊക്കെ മാറുവോ? ചിലപ്പോ കൂടി നിർത്തിയേക്കും. ആണോ? അപ്പം ലൈഫായിട്ട് അഭിനയിച്ചാൽ മതിയല്ലേ? മതി മതി, ലൈഫായിട്ട് അനുഭവിച്ചാൽ. ലൈഫ് ആർട്ടിസ്റ്റ് ആണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. നീ ലൈഫായിട്ട് കളിച്ചാൽ ലൈഫ് കളഞ്ഞത്. അത്യാവശ്യം ഒരു മിതമായിട്ട് അഭിനയിച്ചാൽ മതി. ഓക്കേ, ഞാൻ സെറ്റ്. അപ്പൊ ഇത് ഓക്കേ അല്ലേ? മരണ വീട്. അയ്യോ എന്റെ ദൈവമേ. ഇപ്പഴല്ല, അവൻ കയറി വന്നിട്ട് നോക്ക്. എനിക്ക് എന്റെ പിള്ളേർക്ക് ഇനി ആരുണ്ട്? എത്ര പ്രാവശ്യം ചാടിയതാണ്, അപ്പോഴൊന്നും ഒന്നും സംഭവിച്ചില്ലല്ലോ. അയ്യോ ചേട്ടാ, എനിക്കിനി ആരുണ്ട് ചേട്ടാ? എന്താ മരണ വീടോ? അയ്യോ അച്ഛാ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അച്ഛാ. എന്റെ ഭാര്യക്ക് സങ്കടം. അയ്യോ പേടിക്കണേ, ഞാൻ ചാടിയെങ്കിലും ഞാൻ പതൊക്കെ കേറിപ്പോ. നീ പേടിക്കണ്ട, ചേട്ടന് ഇവിടെ ഇല്ലേ? ഇനി എങ്ങനെ ജീവിക്കുവേ? അയ്യോ ഇവിടെ എന്ത് പട്ടി മോങ്ങണ പോലെ മോങ്ങണേ? ഞാനിവിടെ മൊത്തം കുറിച്ച് വിടുന്ന കളി എന്താ? അളിയൻ ചിരിക്കാണോ കരയാണോ? അളിയാ ഞാൻ ഇവിടെ ഉണ്ടളിയാ. നിന്റെ അളിയൻ്റെ അടുത്ത് നമ്മളെ വിട്ടു പോയി. ഞാൻ പോയല്ലോ, തൊട്ടടുത്തേക്കല്ലേ. അളിയൊരു വർഷം നടന്നപ്പോ എന്റെ ചാടി മരിച്ചില്ലളിയാ. മരിച്ചില്ല എന്ന് പറഞ്ഞില്ല, പട്ടി മരിച്ചില്ല. മരിച്ചടാ പട്ടി. ബോഡി ഇതൊന്നും കിടക്കില്ലടാ. അയ്യോ ഞാൻ മരിച്ചടാ. ഞാൻ കിടക്കണേ സ്വന്തം മേൽ നോക്കിയിട്ട് മരിച്ചെന്ന്. അച്ഛാ പന്തൽ എവിടെ ഇടും അച്ഛാ? ഇവിടെ ഇടാ മക്കളെ. അപ്പൊ ഞാൻ ആത്മാവായിരുന്നു. അയ്യോ ഇതിനെല്ലാം കാരണം എന്താണ്? എന്റെ ചേട്ടന്റെ കള്ളൂടി. എന്താണ് കള്ളൂടി? അച്ഛാ അച്ഛനെ കാണാൻ പറ്റും മക്കളെ, നമുക്ക് കർമ്മിയെ വിളിക്കണം. നമുക്ക് രാമേശ്വരത്ത് കൊണ്ടുപോകണം ഇവന്റെ ചിതാഭസ്മം. ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് എന്തായാലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് സമയമില്ല, അതുകൊണ്ട് പറയാണ്. നമുക്ക് അളിയനെ
ദഹിപ്പിക്കാം. അയ്യോ എന്റെ ചേട്ടനെ കത്തിക്കല്ലേ. അളിയാ എനിക്ക് ദഹനത്തിന്റെ അസുഖമാണ് അളിയാ. ദഹിപ്പിക്കില്ലളിയാ. കത്തിക്കണ്ട കത്തിക്കണ്ട, തീ പേടിയാണ് അച്ഛാ. കാര്യം ചെയ്യാം മോളെ, നമുക്ക് അടക്കാം ഇവനെ. അളിയാ എനിക്ക് ശ്വാസം മുട്ടിട്ടളിയാ. അടക്കി കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടും. എന്താണെങ്കിലും വേണ്ടില്ല, എന്റെ മുറിയില്ലേ അവിടെ ഒരു ജനലുണ്ട്, അതിന്റെ സൈഡിൽ വേണം. എനിക്ക് എപ്പോഴും എന്റെ ചേട്ടനെ ഇങ്ങനെ നോക്കണം. ഒരു കാര്യം ചെയ്യാം, മശാനത്ത് കൊണ്ടുപോവാം. എന്നിട്ട് കൂടെ കൊണ്ടുവരുന്ന ഇലക്ട്രിക്കല് കത്തിക്കാം. എനിക്ക് തീ പേടിയാ. കറണ്ട് പേടിയളിയാ. കറണ്ട് പേടിയളിയാ. കത്തിക്കില്ലളിയാ. ഇതെല്ലാം കാരണം എന്താണ്? എന്റെ ചേട്ടന്റെ കള്ളൂടി, മദ്യപാനം. എന്റെ ദൈവമേ എനിക്കിനി ജീവിക്കണ്ട. ഞാൻ ഈ ചാടിക്കഴിഞ്ഞാ അവിടെ അവന്റെ ബോഡി കിടപ്പുണ്ട്, അതിന്റെ വേണ്ട നീ ചാടലും പറ്റൂല. ചാടലും. മക്കളെ വാ, അച്ഛനൊരു കാര്യം പറയാം. ഈ ഒരു വിഷമം ഒരു 3-4 മാസം കാണും. അത് കഴിയുമ്പോ എല്ലാം അങ്ങ് പോവും. നല്ല കുടിക്കാത്ത, സ്വയം ഉപദ്രവിക്കാത്ത ഒരുത്തരെ കൊണ്ട് ഞാൻ മോളെ കെട്ടി. അയ്യോ അയ്യോ വേണ്ടച്ചാ, എനിക്കെന്നെ രമണൻ ചേട്ടനെ മാത്രം മതി. അല്ല. രമണൻ ചേട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. നല്ലൊരു പയ്യനെ കെട്ടിക്കാം. അയ്യോ എനിക്ക് വേണ്ട, എന്റെ രമണൻ ചേട്ടൻ മതി. മകളെ കേള മോളെ, നല്ല ചെറുക്കനെ കിട്ടും. വേണ്ട, എനിക്ക് എന്റെ രമണൻ ചേട്ടൻ മതി. അടുത്ത ജന്മത്തിൽ എന്റെ രമണൻ ചേട്ടൻ മതി. എന്റെ രമണൻ ചേട്ടന്റെ ആത്മാവ് ഇത് കേൾക്കുന്നുണ്ട്. എന്റെ ഭാര്യക്കുള്ള സ്നേഹം കണ്ടോ? ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യക്കിനോട് സ്നേഹം ഞാൻ അറിയുന്നത്. ദൈവമേ ഇനിയെങ്കിലും എനിക്കൊരു പുനർജന്മം തന്നെ ദൈവമേ. പുനർജന്മം തന്നാൽ ഞാൻ നല്ല സന്തോഷമായിട്ട് ഞാൻ കള്ളു കുടിക്കാത്ത നല്ലൊരു മനുഷ്യനായിട്ട് ഞാൻ ജീവിച്ചോളാം. എന്റെ ഭാര്യയും മക്കൾ നന്നായിട്ട് ഞാൻ നോക്കും. ദൈവമേ എനിക്കൊരു പുനർജന്മം തരണേ. അച്ഛാ അയ്യോ അയ്യോ അളിയനെ കാണാനില്ല. അളിയനെ കാണാനില്ല. എവിടെ അങ്ങോട്ട് പോയി? അളിയാ അളിയാ ചേട്ടൻ എവിടെ പോയി? അയ്യോ എവിടെ പോയി? എടാ പഴമണി ഇവിടെ എന്റെ രമണൻ ചേട്ടൻ ശബ്ദം മാത്രമല്ലേ ഉള്ളു. ശബ്ദമല്ല ഞാൻ നിൽക്കരുതേ. എടി ഇവിടെ എടി ഇങ്ങോട്ട് നോക്കണേ. ഇവിടെ നിൽക്കണേ ഞാൻ. ദേ, അവിടെ ചാടിക്കുന്നു. ഇവിടെ നിനക്ക് പോകണേ. ഞാനടി ഞാൻ. അയ്യോ, ദേ. അയ്യോ, എടി ചേട്ടാ, ചേട്ടൻ നോക്കണേ. എന്റെ രമണൻ ചേട്ടൻ. നോക്കണേ. പ്രേതം ആത്മാവ് പ്രേതത്തിന്റെ അച്ഛൻ. പ്രേതല്ലടാ. കൊളവാക്കലടാ. അയ്യോ എന്റെ രമണൻ ചേട്ടൻ പുനർജനിച്ചെന്ന് തോന്നുന്നു. സത്യം അച്ഛാ, ഞാൻ പുനർജനിച്ചു. സത്യം. കേട്ടു മക്കളെ. അപ്പൊ നമ്മൾ പറഞ്ഞെല്ലാം എല്ലാം വള്ളി പുള്ളി തെറ്റാ ഞാൻ കേട്ടു. ആത്മാവല്ലേ ഇതെല്ലാം ഞാൻ കേട്ടു. അപ്പൊ മക്കളെ, അച്ഛൻ ഒരു കാര്യം പറയാം. എന്താ ഇത് നിങ്ങൾ കൂടി നിർത്തോടാ. നിർത്തും നിർത്ത. സ്വയം ഉപദ്രവം നിർത്തോ. ഒന്നും ചെയ്യില്ല. ഇവിടെ പൊന്നുപൊളി നോക്കടാ. ഇപ്പോഴെങ്കിലും അവനെല്ലാം മനസ്സിലായല്ല. ഒരു കാര്യം ചെയ്യും, ഇനി സന്തോഷമായിട്ട് രണ്ടും കൂടി സുഖമായിട്ട് ജീവിക്കും കേട്ടാ. അടിപൊളിയായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ പുള്ളി അയ്യോ ഉപദ്രവിക്കത്തില്ല. ഹലോ ഹലോ, ഈ കള്ളു കുടിക്കുന്ന നിർത്തും എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ നിർത്താറുണ്ട്. പക്ഷെ ഈ ദേഹ ഉപദ്രവം അതെന്ത് ചെയ്യും? ഇല്ല ഞാൻ ചെയ്യില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. പക്ഷെ വിശ്വസിക്കാൻ പറ്റുമോ മക്കളെ? അല്ല അഥവാ അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പരമാവധി ക്ഷമിക്കും. ക്ഷമ കിട്ടിയില്ലെങ്കിൽ ഇവിടെ കരനടിച്ച നോക്കും. എടാ രമണ, വെറും രമണല്ല, സൈക്കോ രമണൻ.